ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും നമ്മളൊരു കലക്കൻ ഓഫറും അതേപോലെ ഒരു ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമ്മൾ സ്ഥിരമായിട്ട് വരാനുള്ള നമ്മളെ ക്യാബ്സ് തന്നെയാണ്, നമ്മളെ കൂടെ ഉള്ളത് ജഫ്ന മാഡം തന്നെയാണ്. ഇന്ന് നമുക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിലുള്ള വാഹനങ്ങളാണ് അല്ലേ. അതായത് ചെറിയ ചെറിയ ബഡ്ജറ്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന 50,000 1 ലക്ഷം താഴെ വണ്ടിയാണ് ഇപ്രാവശ്യം നമ്മൾ കൂടുതലും ചെറിയ ചെറിയ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വന്നിട്ടുള്ള അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല വാഹനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നല്ല മൈലേജ് കിട്ടുന്ന, സൺറൂഫ് കിട്ടുന്ന, ആഷ് ബാക്കിന്റെ ക്യാഷിനെ കൊണ്ടാൻ പറ്റുന്ന നല്ല WRV ഹോണ്ടയുടെ നല്ല വാഹനങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ജീപ്പ് കോമ്പസ് ഒക്കെ നമുക്ക് ഡീസൽ നല്ല ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം അല്ലെ. ഒക്കെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തത് ഇവിടെ ക്യാപ്സിലായിരുന്നു. പക്ഷെ നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു സ്ഥലത്താണ് അല്ലെ. എവിടെ വരുന്നത്? നമ്മളെ പുതിയ യാർഡ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ യാർഡിൽ നിന്നാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ മിക്സ് ആകേണ്ട, നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. അത് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല അടിപൊളി കാറുകൾ ഉണ്ട്. സോ എന്ത് ചെയ്തോളി, ഫുള്ള് നിങ്ങൾ കാണുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോയിൽ നമ്മൾ നമ്പർ കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പൊ ക്യാപ്സിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ്. ഇനി അതല്ലാതെ ജസ്റ്റ് ഗൂഗിള് ക്യാപ്സ് പ്രീ ഓൺ കാർസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾ നമ്പർ കൊടുക്കും. ജഫ്ന മാഡം നമ്പർ ഉണ്ടാവും. സോ നിങ്ങൾ ഏത് സമയത്തും കോൺടാക്ട് ചെയ്തോളൂ. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്ത് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. കാണുന്ന സമയത്ത് എന്തായാലും നമ്മൾ റിപ്ലൈ നൽകിയിരിക്കും. സോ എന്ത് ചെയ്യുക, നേരെ നമ്മൾ ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈലേജ് അതേപോലെ ലോ മെയിൻ്റനൻസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് നല്ലൊരു കിഡിലിന് SUV ആണ്. ഹോണ്ട WRV സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ്. ഇങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ. 2018 മോഡൽ VX ആണ്. ടോപ്പ് എൻഡ് മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ആ വരുന്നത്. പെട്രോൾ ആണ് പ്ലസ് CNG കൂടിയാണ്. ആ CNG ഉള്ളതുകൊണ്ടാണ് നമുക്ക് ലോ മെയിൻ്റനൻസ് പ്ലസ് നല്ല മൈലേജ് ഇല്ല. ഒരു 22 ഒക്കെ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം, എന്തായാലും കിട്ടും. ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഏറ്റവും ടോപ്പ് എൻഡ് മോഡല്, അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അതേപോലെ തന്നെ ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. എത്രയായിരുന്നു നമ്മൾ ചോദിക്കുന്നതിന്? 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ അല്ല. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണൊക്കെ എന്തായാലും ഒരു 1.5 ഒക്കെ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് സുഖമായിട്ട് ഇറക്കാം. ഈ ഒരു ചെറിയ കിലോമീറ്റർ കൂടിയ ടയർ കാര്യങ്ങളെല്ലാം വരും അല്ലെ. അടുത്തത് നമ്മൾ വീണ്ടും നമ്മളൊരു കിഡ്ലം വാഹനമാണ്. കിയ സെൽട്ടോസ് റെഡ് ആണ് വരുന്നത്. KL 18 വടകര രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പർ 559 അല്ലെ. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. 2021 മോഡല് HTK ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 55,000 കിലോമീറ്റർ. ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസലാണ് അല്ലെ. സോ ഡീസൽ നല്ല മൈലേജ് പ്ലസ് പെർഫോമൻസ്. ഒരു സൺറൂഫിന്റെ കുറവുണ്ട് എന്നുള്ളൂ അല്ലെ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങൾ, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയർ AC വെന്റ്, ഫീച്ചേഴ്സിന് യാതൊരു കുറവൊന്നുമില്ല അല്ലെ. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് എല്ലാം വരുന്ന ഒരു വാഹനമാണ്. നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 13.10. 13.10 അല്ലെ. നല്ലൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുപോകാം അല്ലെ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 85%. 85, ഏകദേശം ഒരു 1.5-2 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും നമ്മൾ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ് ഹോണ്ട ജാസ്. ഒരു സെഡാന്റെ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ്. കേൾട്ടൺ രജിസ്ട്രേഷൻ, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ, കമ്പനി അലോയ്സ്, അത്യാവശ്യം 90% ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ VX, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലാണ് വണ്ടി. ഡീസലിന് 45,000 കിലോമീറ്റർ. ഇതിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. അതേപോലെ തന്നെ ലോ മെയിൻ്റനൻസ് ആണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനം, അതും ചെറിയ കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 6,20,000. 6.20 അല്ലെ. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന്റെ മുകളിൽ ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. അപ്പോൾ ലോ മെയിൻ്റനൻസിൽ ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. അടുത്ത നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് മാരുതിയുടെ ഒരു ചെറിയൊരു വാഹനമാണ്. റിറ്റ്സ് ഡീസൽ, തിരൂരങ്ങാട് രജിസ്ട്രേഷൻ കാര്യങ്ങൾ, VDI ആണ്. AC പോസ്റ്ററിംഗ്, ഫോട്ടോ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയർ കാര്യങ്ങളെല്ലാം ഒരു 80% ടയർ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 മോഡൽ, 12 രജിസ്ട്രേഷൻ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1.70 ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് പിന്നെ എത്രയും കിലോ ആ ഒരു കിലോ മോഡലിനുള്ള ചെറിയ ടച്ചപ്പ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. പക്ഷെ എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയല്ല വേണ്ടി. ഒരു 18 വരെ മൈലേജും പ്രതീക്ഷിക്കാം അല്ലെ. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 2 lakh. 2 ലക്ഷം രൂപ അല്ലെ. നമുക്ക് ലോണ് പ്രൈവറ്റ് ലോണൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. ചെറിയ എമൗണ്ട് ഒക്കെ ലോൺ പ്രൈവറ്റിലൊക്കെ കിട്ടാൻ പറ്റൂല. അടുത്താണ് നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് ഗ്രാൻഡ് ഐട്ടൺ അല്ലെ. എങ്ങനെയായിരുന്നു മോഡല്? കാലിക്കറ്റ് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് അല്ലെ. ഇത് 2014 മോഡൽ, ഫുൾ ഓപ്ഷൻ ആണ്.
1.15 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ ആണ്. ഒരു ലോ മെയിൻ്റെനൻസിൽ വരുന്ന നല്ലൊരു ഫാമിലി വെഹിക്കിൾ അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കമ്പനി അലോയ്സ്, റിയറിൽ AC വെന്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 3.20. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതിന്റെ മുകളിൽ തന്നെ ഒരു 1 lakh ഒക്കെ ഏകദേശം ഫുൾ ലോൺ അടുത്ത് തന്നെ കിട്ടും. ഫുൾ ലോൺ കിട്ടൂല, എന്നാലും മാക്സിമം ലോൺ കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ തന്നെ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം അല്ല? ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ല? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മാരുതിയിൽ നിന്ന് നമ്മളൊരു SUV ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് മാരുതി സുസുക്കി എക്സ്ക്രോസ് അല്ലേ? KL11 രജിസ്ട്രേഷൻ ആണ്. അതും ഡീസൽ ഹൈബ്രിഡ്, നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, ലോ മെയിൻ്റെനൻസ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2018 മോഡൽ സീറ്റ് ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന വണ്ടിയാ. ഹൈബ്രിഡ് ആണ് വണ്ടി വരുന്നത്. സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 83,000 കിലോമീറ്റർ. മോഡല് 18. 2018. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒരു സൺറൂഫ് കമ്പനി നൽകിയിട്ടില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു അടിപൊളി വാഹനം. നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ഇതിന്? 8,60,000. ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5 ഒക്കെ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും നമ്മളൊരു WRV ആണ് വരുന്നത്. KL59, തളിപ്പറമ്പ് രജിസ്ട്രേഷന്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. നമ്മൾ പുറത്തായത് കൊണ്ട് ഒന്ന് വാഷ് ചെയ്തിട്ടില്ല, പക്ഷെ വണ്ടി പക്കാ നീറ്റ് തന്നെയല്ലേ വരുന്നത്. പുറത്തായതുകൊണ്ട് ആ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുള്ള പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡൽ VX. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. പെട്രോൾ. ഇതും പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിന്, ഹോണ്ട ലോ മെയിൻ്റെനൻസ് എന്ന് തന്നെ പറയാം. കുഴപ്പമില്ലാത്ത മൈലേജും കിട്ടും അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 6,75,000. 6.75. ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റ് തന്നെ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്ത ചെറിയൊരു ബഡ്ജറ്റ് നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെഡാൻ നോക്കുന്നവർക്ക് ഹുണ്ടായുടെ ഔറ KL61 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ. കിലോമീറ്റർ വേരിയന്റ് ആണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. ഓക്കെ. ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം അല്ലേ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് അല്ലേ? അത്യാവശ്യം മൈലേജ് കാര്യങ്ങള്, പിന്നെ ഫീച്ചേഴ്സ് ഹുണ്ടായി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. പക്ഷെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. എത്ര ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത് 5,55,000. 5.55 അല്ലേ? ഏകദേശം ലോണൊക്കെ ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം മാക്സിമം ലോൺ തന്നെ, ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ചെറിയൊരു എമൗണ്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വീണ്ടും നമുക്കൊരു ഗ്രാൻഡ് ഐറ്റൺ വരുന്നുണ്ട്. വടകര രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് ഏത് കളേഴ്സും കൂടെ ഉണ്ട് അല്ലേ? വൈറ്റ് ആവുന്നവർക്ക് വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ എല്ലാം വരുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. സ്പോർട്സ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടും. 1.2 ലിറ്റർ ആണ്. സോ നല്ല പെർഫോമൻസും ഉണ്ടാവും അല്ലേ? എത്ര ചോദിക്കുന്നതിന്? 3.25. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതും മാക്സിമം കിട്ടുമോ? ഏകദേശം ചെറിയ എമൗണ്ട് ഇട്ടാൽ മതി. ഡൗൺ പേയ്മെന്റ് ഒരു 50-60 ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. വീണ്ടും ഒരു ഗ്രാൻഡ് ആയിട്ടാണ് വൈറ്റ് ആണ് വരുന്നത് അല്ലേ? മൂന്നെണ്ണം ഉണ്ട്. ഇത് 11 പിന്നെ കാലിക്കറ്റ് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് ഓപ്ഷൻ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. പെട്രോൾ ആണ്. ഓക്കെ. എങ്ങനെയായിരുന്നു ചോദ്യം? എങ്ങനെയായിരുന്നു? 4,60,000. 4.60 അല്ലേ? ഇത് നമുക്കൊരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റും. പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, റിയറിൽ AC വെന്റ്, കമ്പനി LCD സ്ക്രീന്, കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ സ്റ്റിയറിംഗ് ബോർഡ്, കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി കാർ അല്ലേ? അടുത്ത് ജീപ്പ് കോമ്പസ്, ഒരു അമേരിക്കൻ ബ്രാൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കിപ്പോ സ്വന്തമാക്കാം. ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ്. നല്ല ഫാൻസി നമ്പറാണ്. 99 ഒക്കെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. 45,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഡീസലാണ്. നല്ല പെർഫോമൻസ്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ ഇത് 2 വീലായിരിക്കും വരുന്നത് അല്ലേ? ഇതിന്റെ 4 വീലും വരുന്നുണ്ട്. സോ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനം അല്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. എത്ര ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 12.35. 12.35. പക്ഷെ നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം ലോൺ ഒരു 1.5 രൂപ അടുത്ത് തന്നെ കാണാം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. ക്യാപ്സിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾ? ക്യാപ്സിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് തിരുവണ്ണൂർ മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ്. ഓക്കെ. നമ്മള് കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് മിംസ് ഹോസ്പിറ്റലിന്റെ റൂട്ടിലേക്കാണ് വരുന്നത്, മാങ്കാവിന്ന്. ഓക്കെ.
അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. ഗൂഗിൾ ചെയ്താലും നമുക്ക് കാസിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഇവിടെ കാണാം. ഇറ്റ്സ് മീ റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്.